ഇതൊരു മുള്ളാത്ത ജ്യൂസ് ഉണ്ടാക്കിയാൽ അതിനായിട്ട് നന്നായിട്ട് പഴുത്തൊരു മുള്ളാത്ത എടുക്കുക കേട്ടോ. അത് ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല കുരുവോട് കൂടി ഒരു വെളുത്ത് നിറത്തിലുള്ള ഫ്രൂട്ടാണിത് കേട്ടോ. ഇതുപോലെ ഇരിക്കുവേ. ഇനി നന്നായിട്ട് അതിൻ്റെ തൊലി എടുത്ത് കളയണം. ഒരു പിച്ചാത്തി ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നുള്ളത് അതിനകത്ത് കുരു പറിച്ചെടുക്കുക എന്നുള്ളത് കേട്ടോ. ഇഷ്ടം പോലെ കുരുക്കളുണ്ട്. ഇത് പറിച്ചെടുക്കുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഇനി രണ്ടായിട്ട് കണ്ടിച്ചിട്ട് അതിന് നടുക്ക് ഒരു ഭാഗമുണ്ട്, അതെടുത്ത് കളയണം. പിന്നെ അത് നന്നായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ കുരുവെല്ലാം പെറുക്കി കളയണം. നന്നായിട്ട് പഴുത്ത സാധനം ആയതുകൊണ്ട് നമ്മുടെ കയ്യിലൊട്ടാൻ ചാൻസ് ഒന്ന് ശ്രദ്ധിച്ചെടുക്കണേ. ഇനി ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ ചെറിയൊരു പാത്രത്തിലോട്ട് എടുക്കുക. എല്ലാം എടുക്കില്ല, കുറച്ചെടുത്ത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയുള്ളത് മാത്രം എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റണം. പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന മുള്ളാത്ത മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി എടുത്താൽ മതി, മൊത്തം എടുക്കൽ. നാരങ്ങയുടെ പകുതി എടുത്ത് നന്നായിട്ട് നീര് പിഴിഞ്ഞ് ആ മുള്ളാത്തക്കകത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ പഞ്ചസാര ആവശ്യത്തിന് ഏകദേശം ഒരു 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിൽ അരച്ചെടുക്കണേ. ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മുള്ളാത്ത ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല വെറൈറ്റി ടേസ്റ്റ്. പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 പേരും നന്നായിട്ട്